കൃഷ്ണപുരം അതിർത്തിക്കാവ് നാഗരാജ ശിവക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികത്തിന്റെയും ആയില്യ മഹോത്സവത്തിന്റെയും ഭാഗമായി നടന്ന യോഗത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാറിനെ ആദരിച്ചു. ക്ഷേത്രത്തിലെ ദൈനംദിന ചടങ്ങുകൾക്ക് കാലങ്ങളായി സഹായം ചെയ്തു പോരുന്ന പ്രദേശവാസിയായ കുട്ടിയമ്മയെ ദേവസ്വം ബോർഡ് മെമ്പർ പൊന്നാട അണിയിച്ചു. കൃഷ്ണപുരം അതിർത്തിക്കാവ് നാഗരാജ ശിവക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികവും നാഗസർപ്പങ്ങൾക്ക് ആയില്യ മഹോത്സവവും നടന്നു. ഇതോടനുബന്ധിച്ച് നടന്ന സ്വീകരണ യോഗത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാറിനെ ആദരിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബി ചന്ദ്രമോഹൻ അധ്യക്ഷനായിരുന്നു. ഉപദേശക സമിതി ട്രഷറർ എസ് അജയൻ സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രസിഡന്റ് കെ ചിദംബരൻ നന്ദി പറഞ്ഞു. ക്ഷേത്രത്തിലെ ദൈനംദിന ചടങ്ങുകൾക്ക് കാലങ്ങളായി സഹായം ചെയ്തു പോരുന്ന പ്രദേശവാസിയായ കുട്ടിയമ്മയെ ദേവസ്വം ബോർഡ് മെമ്പർ അജികുമാർ പൊന്നാട അണിയിച്ചു ആദരിച്ചു. ശിവപ്രതിഷ്ഠയുണ്ട് അല്ലേ? ഏകശിലയിൽ നാഗരാജാവിന്റെയും നാഗേഷിയുടെയും ഇല്ലേ പ്രതിഷ്ഠയുണ്ട്. അത്യപൂർവമാണ്. അതെല്ലാം അത്യപൂർവം. എത്രയോ ക്ഷേത്രങ്ങളിലാണ് ഞാൻ പോകുന്നത്. ദേവസ്വം ബോർഡിന് 1252 ക്ഷേത്രങ്ങളുണ്ട്. ഞങ്ങൾ ചാർജ് എടുത്തിട്ട് കഷ്ടിച്ച് 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 4500 കിലോമീറ്ററാണ് ഒരു മാസം ഓടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കാര്യം എല്ലാവരും വിളിക്കുകയാണ്. 3 ദേവസ്വം ബോർഡ് മെമ്പർമാരേ ഉള്ളൂ. എല്ലാവരും വിളിക്കുക. എല്ലാവർക്കും പരാതിയും പരിഭവമാണ്. അതുകൊണ്ട് അവരെല്ലാം ഓടിയെത്താൻ ശ്രമിക്കുകയാണ്. അവർ പറഞ്ഞു പോവല്ല. ദേവസ്വം, ദേവ എന്ന് പറഞ്ഞാൽ ദൈവം, സ്വം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വസ്തുക്കൾ. ഞങ്ങൾ ദേവസ്വത്തിന്റെ കോടാനുകോടി വരുന്ന സ്വത്തുക്കളുടെ സംരക്ഷകരാണ് നമ്മളെല്ലാം. ഞാൻ മാത്രം, നമ്മളെല്ലാവരും. ഈയിടെ നിങ്ങൾ വായിച്ചു കാണും, 500 കിലോ സ്വർണമാണ് ദേവസ്വം ബോർഡിൻ്റെത്. SBI കേരള ഹൈക്കോടതി പറഞ്ഞിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമ്മൾ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി 6 കോടിയോളം രൂപ അതിൻ്റെ ഇൻട്രസ്റ്റ് തന്നെ മാസാമാസം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് രണ്ടാമത് ചെയ്യാൻ പോവാണ്. ഇവിടെ എനിക്കറിയില്ല, ഞാൻ പല ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ അതിൻ്റെ 1/4 ഭാഗവും ആക്രി സാധനങ്ങൾ, ചിലയിടത്തൊക്കെ ഓടിൻ്റെ ഉപകരണങ്ങൾ, ഓട്ടുപകരണങ്ങൾ ഇല്ലേ, വിളക്കുകളടക്കം കൂട്ടിട്ടിരിക്കുകയാണ് ആകാശം മുട്ടെ. അതെല്ലാം നമ്മൾ ലേലം ചെയ്ത് വിൽക്കുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന പണവും ഒരു പൈസ പോലും ചോർന്നു പോകാതെ ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ അതിർത്തികളെല്ലാം നമുക്ക് സംരക്ഷിക്കണം. ഒരുപാട് കയ്യേറ്റമുണ്ട്. ഇവർ പറയും ഇവിടെയും കയ്യേറ്റമുണ്ട്. ദൈവത്തിന്റെ സ്വത്താ ഇതെല്ലാം ഇല്ലേ? ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ മൈനറായിട്ടാണ് കണക്കാക്കുന്നത്. അതിന്റെ ഒന്ന് ഡേറ്റ് എന്ന് പറയും. അതിന്റെ ഒന്നും ആർക്കും അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ സ്പെഷ്യൽ തഹസിൽദാർ വെച്ചിട്ട് എല്ലാ വസ്തുക്കളും. സിറ്റി നെറ്റ് ന്യൂസ്, കൃഷ്ണപുരം.